നമസ്തേ. നാം ഇനി ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ഈ 4-ാം അധ്യായത്തിൻ്റെ പേര് ജ്ഞാന കർമ്മ സന്യാസയോഗം എന്നാണ്. ജ്ഞാനവും കർമ്മ സന്യാസവുമാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം. 42 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 3-ാം അധ്യായത്തിൽ നാം കണ്ട കർമ്മയോഗം തന്നെയാണ് ഇവിടെ ആദ്യം പരാമർശിക്കപ്പെടുന്നത്. കർമ്മയോഗം എങ്ങനെ അർജുനനിലേക്ക് വരുന്നു, യജ്ഞനിലേക്ക് വന്നതെങ്ങനെ, അത് എവിടെയാണ് തുടങ്ങിയത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭഗവാൻ അർജുനന് വിശദീകരിച്ചു കൊടുക്കുന്നു. തുടർന്ന് അർജുനൻ ചില സംശയങ്ങൾ ചോദിക്കുന്നു, അതിനുള്ള ഉത്തരവും നൽകുന്നു. തുടർന്നാണ് ചാതുർവർണ്ണ്യത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. ആ ചാതുർവർണ്ണ്യം സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം എന്താണ് കർമ്മം, എന്താണ് അകർമ്മം, അതായത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതിനുശേഷം കർമ്മസന്യാസം എങ്ങനെയാണ്, എന്താണ് കർമ്മസന്യാസം, അത് എവിടേക്കാണ് നമ്മളെ എത്തിക്കുന്നത്, ജ്ഞാനം എന്താണ്, കർമ്മ സന്യാസവും ജ്ഞാനവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ വിശദീകരിക്കുന്നു. എന്നിട്ട് പറയുന്നു കർമ്മയോഗം കൊണ്ട് കർമ്മങ്ങളെ സന്യസിക്കുകയും ജ്ഞാനം കൊണ്ട് സംശയങ്ങളെ നീക്കുകയും ചെയ്യുക. അങ്ങനെയാണ് നീ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നീ പരമമായ പദത്തെ പ്രാപിക്കും. ഇതാണ് ഈ അധ്യായത്തിൻ്റെ വിഷയം. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം കർമ്മസന്യാസത്തെക്കുറിച്ച് തന്നെ, കർമ്മയോഗത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഈ അധ്യായം ആരംഭിക്കുന്നത്. ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു, ഹേ അർജുന, ഇത് ഞാൻ ആദ്യം, ഈ കർമ്മയോഗം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഇത് വിവസ്വാന് ഉപദേശിക്കുകയുണ്ടായി. വിവസ്വാൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ മനുവിന് കൊടുത്തു. മനു അദ്ദേഹത്തിൻ്റെ പുത്രനായ ഇക്ഷ്വാകുവിന് കൊടുത്തു. ഇക്ഷ്വാകു ഒരു രാജാവായിരുന്നു. ഹസ്തിനാപുരിയിലെ രാജാവായിട്ട് വാണ ഒരാളാണ് അദ്ദേഹം. അത് പിന്നീട് രാജർഷിമാർക്ക് എല്ലാവർക്കും കൊടുത്തു. രാജർഷിമാർ എല്ലാവരും അത് പഠിച്ചു. ക്രമേണ പരമ്പരാഗതമായി വന്ന ഈ കർമ്മയോഗം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടത് ഞാൻ വീണ്ടെടുത്ത് നിനക്ക് പറഞ്ഞു തരികയാണ്. ഇതാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. അപ്പം കൃഷ്ണൻ ഒരു സംശയം, അങ്ങയുടെ ജന്മം ഇപ്പോഴല്ലേ നടന്നത്, അപ്പോൾ എങ്ങനെയാണ് പണ്ട് വിവസ്വാന് അങ്ങ് ഇത് ഉപദേശിച്ചത്? അവിടെ കൃഷ്ണൻ അതിന് മറുപടി പറയുന്നു. മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടിയാണ്. കൃഷ്ണൻ പറയുകയാണ്, ബഹൂനിമേ വ്യതീതാനി, എൻ്റെ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു പോയി, നിൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, നിൻ്റെയും ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ എല്ലാം അറിയാം. എൻ്റെ ജന്മങ്ങളെല്ലാം എനിക്കറിയാം. ഞാൻ അതിനെ മുഴുവൻ അറിയുന്നുണ്ട്. പക്ഷെ നീ അതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. എങ്ങനെയാണ് വളരെയധികം ജന്മങ്ങൾ ഒരാൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് കൃഷ്ണൻ അറിയുന്നത് എങ്ങനെയാണ്? വളരെ സിമ്പിളാണ് ഉത്തരം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണെന്ന് ഈ 10-ാം അധ്യായത്തിലും ഇവിടെ തന്നെയും പറയുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. ആത്മാവ് ഓരോരോ ശരീരങ്ങളിലൂടെ പ്രകടിതമാകുന്നതിന് ഒരു ജന്മമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ബഹൂനിമേ വ്യതീതാനി, കഴിഞ്ഞു പോയിട്ടുണ്ട്, ജന്മാനി തവ ച അർജുന, നിൻ്റെയും ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, എൻ്റെയും അനേകം ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെയെല്ലാം അറിയുന്നു, നിനക്ക് അറിയത്തില്ല. ഇതാണ് ഇത് ഒന്നുകൂടെ ഉറപ്പിക്കുന്ന ചില കാര്യങ്ങൾ അധ്യായം 10-ൽ പറയുന്നുണ്ട്. അതായത് വൃഷ്ണി വംശത്തിൽ ഞാൻ വാസുദേവനാണ്, പാണ്ഡവന്മാരിൽ അർജുനനാണ്, മുനിമാരിൽ വ്യാസനാണ്, കവികളിൽ ഉശനാകവിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആത്മാവിൻ്റെ ഓരോ പ്രകടനങ്ങൾ മാത്രമാണ് ഇവയെല്ലാം. അപ്പോൾ ഇതെല്ലാം കൃഷ്ണൻ്റെ ജന്മങ്ങളായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അതെല്ലാം അദ്ദേഹത്തിനറിയാം, പക്ഷെ അർജുനൻ അറിഞ്ഞുകൂടാ. ഇതാണ് ഇവിടെ പറയുന്നത്. അതായത് അല്ലാതെ ഒരു കൃഷ്ണൻ പല ആവൃത്തി ഇങ്ങനെ ജനിച്ചു എന്നുള്ളതല്ല. കൃഷ്ണരൂപം ഒരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആത്മാവാണ് ഓരോരോ രൂപങ്ങളെ സ്വീകരിക്കുന്നത്. അത് ആ ശരീരം
ജീർണിക്കുമ്പോൾ അതിനെ കളഞ്ഞിട്ട് വേറെ ശരീരങ്ങളെ സ്വീകരിക്കുന്നതും ചെയ്യുന്നത് ആത്മാവാണ്. ആത്മാവാണെങ്കിലോ ഏകമായിട്ടുള്ള ഏകമാണ്, ഏകമായിട്ടുള്ളതാണ് ആത്മാവ്. അത് അനേകമില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ജന്മം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരേ ആത്മാവിൻ്റെ ബഹുവിധമായിട്ടുള്ള ജന്മങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അത് ആ രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഞാൻ ജനിക്കുന്നത് എന്ന് കൃഷ്ണൻ പറയാണ്. അജോപി സൻ അവ്യയ. ഞാൻ വളരെ കൃത്യമായിട്ട് അങ്ങ് പറയാണ്, ഞാൻ അജനാണ്. അത് എനിക്ക് ജന്മമൊന്നുമില്ല, ഞാൻ എന്നും ഉള്ളതാണ്. അതാണ് അജോപി സൻ അവ്യയാത്മ. അവ്യയമായ ആത്മാവാണ് ഞാൻ. അതാണ് പറയുന്നത്, ഞാൻ അവ്യയനായ ആത്മാവാണ്. എനിക്ക് ഒരു വ്യയവും സംഭവിക്കാറില്ല, എനിക്കൊരു കുറവും സംഭവിക്കാറില്ല, എനിക്കൊരു നാശവും സംഭവിക്കത്തില്ല. ഞാൻ അജനാണ്, ഞാൻ സനാതനാണ്, എന്നും ഉള്ളവനാണ് ഞാൻ. ആത്മഭൂതാനാം ഈശ്വരോപിസൻ. ഞാൻ ഭൂതങ്ങളുടെ ഈശ്വരാണ്. എങ്കിലും എന്നാണ് പറയുന്നത്, ഭൂതങ്ങളുടെ ഈശ്വരനാണ്. അതായത് ആത്മാവാണ് ഭൂതങ്ങളുടെ ഈശ്വരൻ. ഇതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഈശ്വരൻ? ആരാണ് ഈശ്വരൻ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, സച്ചിദാനന്ദ സ്വരൂപം. അതാണ് ഈശ്വരൻ. ആ ഈശ്വരനാണെങ്കിലും ഞാൻ ആത്മാവാണ്, ഈശ്വരനാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരനുമാണ്. ആത്മാവിന് ജനനമില്ല. ആത്മാവ് അവ്യയമായിട്ടുള്ള ഒന്നാണ്, അതിന് നാശമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ പ്രകൃതിയും സ്വാം അധിഷ്ഠായ, എൻ്റെ പ്രകൃതിയെ ആശ്രയിച്ച് സംഭവാമ്യ ആത്മമായയാ, എൻ്റെ മായാശക്തിയാൽ ഞാൻ എൻ്റെ പ്രകൃതിയെ ആശ്രയിച്ച് അധിഷ്ഠാനമാക്കിക്കൊണ്ട് ഞാൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകടിതമാകുന്നു, ഞാൻ സ്വയം അവതരിപ്പിക്കുന്നു. അപ്പം പ്രകൃതിയും മായയും അതെന്താണ്? ഒരേ ശക്തികളുടെ രണ്ട് ഭാവങ്ങളാണത്. ഭൗതിക ശക്തി എന്ന് പറഞ്ഞാൽ മതി. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭൗതിക ശക്തിയാണ്. പ്രകൃതി അതായത് ഈ ഭൗതികമായ വസ്തുക്കളെല്ലാം പ്രകൃതിയിൽപ്പെടുന്നതാണ്. എൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭൗതിക അംശമാണ്. എന്നിൽ 0 രൂപത്തിൽ അന്തർലീനമായിരിക്കുന്ന പ്രകൃതി. അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. എന്നിൽ ഉള്ള പ്രകൃതി, അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പലതായിട്ട് സംഭവിക്കുന്നത്. ആത്മമായ എൻ്റെ ഒരു ശക്തിയുണ്ട്, പലതായി പ്രകടമാകാനുള്ള എൻ്റെ ശക്തി, അതാണ് മായ. അപ്പം അങ്ങനെ പലതായി പ്രകടമാകാനുള്ള എൻ്റെ ശക്തി ഉപയോഗിച്ച് ഈ പ്രകൃതിയെ അടിസ്ഥാനമാക്കി ഞാൻ പല ജന്മങ്ങളെടുക്കും. ഇതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഈ രൂപപ്രകടനങ്ങളെല്ലാം, നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ രൂപപ്രകടനങ്ങളും ഇങ്ങനെ ആത്മാവിൻ്റെ സംഭവങ്ങളാണ്, ആത്മാവിൻ്റെ രൂപപ്രകടനങ്ങളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് എനിക്കതൊക്കെ അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ആത്മാവാണ് ഞാൻ, ഈശ്വരനാണ് ഞാൻ, എല്ലാം അറിയാവുന്നവനാണ്, സർവജ്ഞനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കെല്ലാം അറിയാം. നിനക്ക് ആ ആത്മസാക്ഷാത്കാരം നീ നേടിയിട്ടില്ല, അതുകൊണ്ട് നിനക്ക് അറിയാൻ പറ്റത്തില്ല. അതാണ് വൃഷ്ണീനാം വാസുദേവോസ്മി, പാണ്ഡവാനാം ധനഞ്ജയ, മുനീനാമപ്യഹം വ്യാസഃ, കവീനാം ഉശനാ കവി. ഇതാണ് 10:37 ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നത്. അത് നമുക്ക് ഈ തരുണത്തിൽ ഓർക്കാൻ വേണ്ടി ഞാൻ ചൊല്ലിയെന്നുള്ളതേ ഉള്ളൂ. ഇനി തുടർന്ന് പറയുന്നു, എങ്ങനെയാണ്, എപ്പോഴാണ് ഞാൻ സംഭവിക്കുന്നത്? അതായത് ഈ ഉശനാകവി, വ്യാസൻ, ധനഞ്ജയൻ, വാസുദേവൻ എന്നൊക്കെ പറയുന്നത് ആ വംശത്തിലെ ഒരു ഈശ്വരത്വത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെയാണ് ഇങ്ങനെ എൻ്റെ ജന്മങ്ങളാണെന്ന് കൃഷ്ണൻ പറയുന്നത്. അത് മനസ്സിലാക്കണം. എൻ്റെ ജന്മങ്ങളാണെന്ന് കൃഷ്ണൻ ഇവിടെ സൂചിപ്പിക്കുന്നു. കൃഷ്ണൻ്റെ ഇവിടുത്തെ ദൗത്യം എന്താണ്? അതാണ് ഇനി പറയാൻ പോകുന്നത്. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശ്ലോകമാണ്, നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുക. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അതായത് ധർമ്മം ക്ഷയിക്കുമ്പോൾ, അധർമ്മം വളരുമ്പോൾ അവിടെയെല്ലാം ഞാൻ അവതരിക്കും. ഞാൻ എന്നെ തന്നെ അവിടെ സൃഷ്ടിക്കും, അവതരിപ്പിക്കും. എന്തിനാണ്? പരിത്രാണായ സാധൂനാം
നന്മയുള്ള മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി. വിനാശായ ച ദുഷ്കൃതം, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടി. എന്നിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഞാനങ്ങനെ ജന്മം കൊള്ളുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്താ വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ധർമ്മം എന്താണ്? ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ സ്ഥിരമായിട്ടും അഭിവൃദ്ധമായിട്ടും നിലനിർത്തുന്ന നീതി തത്വമാണ് ധർമ്മം എന്ന് പറയുന്നത്. ഒരു ലോയാണ്. അതിനനുസരിച്ച് വേണം ഈ ലോകം നിലനിൽക്കാൻ. അത് തെറ്റിച്ചു കഴിഞ്ഞാൽ ലോകം നശിക്കും. അപ്പം ഈ ലോകത്തെ നിലനിർത്തുന്നതെന്തോ, ഈ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതെന്തോ, അതാണ് ധർമ്മം എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. എന്നാണ് ബൃഹദാരണ്യ ഉപനിഷത്തിൽ 1:4-14 പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഷഡ്ദർശനങ്ങളിലൊന്നിലും ഇത് തന്നെയാണ് പറയുന്നത്. ക്ലിയറായിട്ട് ഡെഫിനിഷൻ ഷഡ്ദർശനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ലോകത്തെ നിലനിർത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നതെന്തോ അതാണ് ധർമ്മം എന്ന്. ആ ധർമ്മ നിയമം അത് പാലിക്കപ്പെടാത്തപ്പോൾ ഇവിടെ അതായത് ധർമ്മം ക്ഷയിക്കുമ്പോൾ ലോകം നശിക്കും. അപ്പം അങ്ങനെ ലോകം നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മതത്വത്തിന് നിരക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയല്ല. കാരണം ആത്മതത്വം എന്താണ്? സച്ചിത് ആനന്ദം ആണ്. സത്ത് എന്ന് പറയുന്നത് നിലനിൽപ്പിൻ്റെ ശക്തിയാണ്. അതിന് വിപരീതമായിട്ടുള്ള ഒന്നിനെ ഈ പ്രപഞ്ചത്തിൽ അനുവദിക്കത്തില്ല. അതിനനുരൂപമായിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ നിലനിൽക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആന്തരിക ശക്തി എന്ന് പറയുന്നത്. അതിനെതിരായിട്ട് ഒരെണ്ണം ബാഹ്യമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഈ തത്വം അംഗീകരിക്കത്തില്ല. അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും. അതായത് ഈ ഒഴുക്ക് വെള്ളത്തെ തടഞ്ഞു നിർത്തുകയാണ് നമ്മളെന്നിരുന്നോട്ടെ. കുറേ നമ്മൾ തടഞ്ഞ് അത് വലിയ ഉയരത്തിൽ നമ്മൾ മണ്ണുകൊണ്ടൊക്കെ തടയുന്നു. പക്ഷെ ഒരു ഘട്ടം വരുമ്പോൾ ഈ വെള്ളം സർവശക്തിയും ഉപയോഗിച്ച് ഈ എല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം തട്ടി ദൂരെ ദൂരെ എറിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകും. തടഞ്ഞവനെയും ആ കൂട്ടത്തിൽ കൊണ്ടുപോകും. ഇതിവിടെ ഈ ഒരു കാര്യം നമ്മൾ ഭൗതിക രംഗത്ത് കാണുന്ന ഈ ഒരു കാര്യം ഇവിടെ ഭംഗിയന്ത്രയാണ് സൂചിപ്പിക്കുകയാണ്. എപ്പോഴാണോ ധർമ്മത്തിന് ക്ഷീണമുണ്ടാകുന്നത്, എപ്പോഴാണോ അധർമ്മം ഉയർന്നു വരുന്നത്, അവിടെ അധർമ്മികളെ നശിപ്പിച്ച് സാധുക്കളെ, അതായത് പുണ്യവാന്മാരെ, അതായത് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെ, ധർമ്മനിഷ്ഠന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഉണ്ടാകും. എന്നുവെച്ചാൽ ഒരു ശക്തി അവിടെ ഉദയം കൊള്ളും എന്നർത്ഥം. അതായത് കൃഷ്ണൻ തന്നെ ഒരു പ്രത്യേക മനുഷ്യരൂപം തന്നെ വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു ശക്തി അവിടെ ഉദയം ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ധർമ്മം നശിക്കാനായിട്ട് ധർമ്മത്തിന് ഗ്ലാനി പറ്റുമ്പോൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മം പൂർണ്ണമായിട്ടും നശിച്ചു കഴിഞ്ഞാൽ ലോകം നശിക്കും. എന്നുവെച്ചാൽ ആകെ അലങ്കോലമാകും. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആകെ അലങ്കോലമായ കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യവസ്ഥയും ഇല്ലാതെ വരും. വ്യവസ്ഥയുമില്ലെങ്കിൽ ലോകത്തിൻ്റെ നാശത്തെയായിരിക്കും അത് കുറിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴാണ് ഞാൻ ഇതിനെ സ്വയം അവതരിക്കുന്നത്. ഇത് നമ്മൾ തത്വപരമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ കൃഷ്ണൻ ഒരു ജന്മം എടുത്തു, പിന്നെ മരിച്ചു, പിന്നെ വീണ്ടും എവിടേക്കോ പോയിരുന്നിട്ട് രണ്ടാമതൊരു ജന്മം എടുത്തു, അങ്ങനെ അല്ല. തത്വപരമായിട്ട് മനസ്സിലാക്കണം. അതായത് ഒരു ശക്തി ഈ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുന്നവൻ ആത്മഭാവത്തെ പ്രാപിക്കുന്നു. വെച്ചാൽ അവൻ തത്വത്തെ മനസ്സിലാക്കുന്നു, അവന് ജ്ഞാനം കിട്ടുന്നു, അവൻ ആത്മസാക്ഷാത്കാരം നേടുന്നു. ഇതാണ് അതിനകത്ത് പറയുന്നത്. അത് അവരെങ്ങനെയുള്ളവരായിരിക്കണം? അവരുടെ രാഗഭയ ക്രോധങ്ങളെല്ലാം പോയവരായിരിക്കണം. ആത്മശക്തിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. ആത്മാവിനെ ഉപാസിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർ ജ്ഞാനതപസ്സുകൊണ്ട് തീർച്ചയായിട്ടും ആത്മസാക്ഷാത്കാരം നേടും. ആത്മാവിനെ പോലെ തന്നെ ആയിത്തീരും. അതായത് ദേഹബന്ധം അവർ വിടും. എന്നുവെച്ചാൽ ദേഹമാണ് താനെന്നുള്ള ഭാവം അവർ വിടും. ദേഹത്തോട് അവരുടെ പ്രതിപത്തി ഇല്ലാതാകും. ഇതിനകത്തുള്ളൂ. ദേഹത്തിന് വേണ്ടി അല്ല അവരുടെ കർമ്മങ്ങൾ, പിന്നെ ലോകത്തിന് വേണ്ടിയാണ്. അതാണ് വീതരാഗ ഭയക്രോധാഹ മന്മയാ മാം ഉപാശ്രിതാഹ. വീതരാഗ ഭയക്രോധ, രാഗവും ഭയവും ക്രോധവും ഒന്നുമില്ലാത്തവർ, അത് ഒഴിഞ്ഞവർ. മന്മയ, എന്നിൽ തന്നെ ആശ്രയിച്ച് നിൽക്കുന്നവർ. മാം ഉപാശ്രിത, എന്നെ വന്ന് പ്രാർത്ഥിക്കുന്നവർ, എന്നെ ആശ്രയിക്കുന്നവർ. ബഹവോ ജ്ഞാനതപസ്സുകൊണ്ട്, അനേകം ജ്ഞാനതപസ്സുകൊണ്ട് പരിശുദ്ധരായി
എന്നിൽ ചേരുന്നു. യേ യഥാ മാം പ്രപദ്യന്തെ താം തഥൈവ ഭജാമ്യഹം. ഇങ്ങനെ വീതരാഗഭയ ക്രോധം ആയിട്ടുള്ളവർ, അതായത് രാഗഭയ ക്രോധങ്ങളെ ഉപേക്ഷിക്കാത്തവരും എന്നിൽ തന്നെയാണ് വന്നു ചേരുന്നത്. എങ്ങനെയാണ്? അവരെങ്ങനെയോ അങ്ങനെ തന്നെയാണ് എന്നിൽ വന്നു ചേരുന്നത്. അവരെങ്ങനെ എന്നിലേക്ക് വരുന്നു, അവരെ ഞാൻ അതേപടി സ്വീകരിക്കുന്നു. അതാണ് ഇവിടുത്തെ യേ യഥാ മാം പ്രപദ്യന്തേ. ആളുകൾ എന്നെ എങ്ങനെയാണോ ആശ്രയിക്കുന്നത്, എന്നിലേക്ക് വരുന്നത്, താൻ അവരെ തഥൈവ അതേ രൂപത്തിൽ തന്നെ ഞാൻ സ്വീകരിക്കുന്നു. മമ വർമ്മ അനുവർത്തന്റെ മനുഷ്യ പാർത്ഥ സർവശക. മനുഷ്യന്മാർ എല്ലാ രീതിയിലും എൻ്റെ പാതയെ തന്നെ പിന്തുടരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ല, ഈ ലോകത്തുള്ള എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് സച്ചിത് ആനന്ദം എന്ന തത്വത്താലാണ്. അതായത് ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. സത്ത് എന്ന് പറഞ്ഞ് നിലനിൽക്കാനുള്ള പ്രേരണയായി ജനങ്ങളിൽ അല്ലെങ്കിൽ ജീവികളിൽ പ്രവർത്തിക്കുന്നു. ചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാനും അറിയിക്കാനുമുള്ള പ്രേരണയാണ്. അതുപോലെ തന്നെ ആനന്ദം എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ, സുഖത്തിനായിട്ടുള്ള തൃഷ്ണയാണ്. ഇത് മൂന്നുമാണ് നമ്മളുടെ എല്ലാ കർമ്മങ്ങളിലും. ഇതിൽ ഒന്നോ അതിലധികമോ ആണ് നമ്മളുടെ എല്ലാ കർമ്മങ്ങളിലും നിഴലിക്കുന്നത്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇത് മൂന്നുമാണ്. നമ്മുടെ ശരീരത്തിലൂടെ അത് വരുമ്പോൾ അതിന് പ്രത്യേക ഒരു രൂപം ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആന്തരിക തത്വം എന്ന് പറഞ്ഞ ഇതാണ്. അപ്പം എല്ലാവരും എൻ്റെ മാർഗത്തിൽ തന്നെ പിന്നെ ഇപ്പോൾ പൈസ വേണമെന്ന് പറയുന്നവന് ഒരു കള്ളനാണെങ്കിൽ അവൻ പോയി മോഷ്ടിക്കാനാണ് വന്ന്. അപ്പം അവനും ഈ നിലനിൽക്കണം, അറിയണം, അറിയിക്കണം, സുഖം വേണം. ഈ ഒരു തത്വത്താലാണ് അവനും നീതനായി പോകുന്നത്. അപ്പൊ അതായത് എല്ലാവരും അനുവർത്തന്റെ മനുഷ്യ പാർത്ഥ സർവേശക. എല്ലാവരും എൻ്റെ പാത തന്നെ പിന്തുടരുന്നു. എങ്ങനെയാണ്? എങ്ങനെയാണോ എന്നിലേക്ക് വരുന്നത്, ഞാൻ അങ്ങനെ തന്നെ അവരെ സ്വീകരിക്കുന്നു. ഒരു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അവൻ്റെ ശരീരത്തിന് അനുസരണമായിട്ടുള്ള രീതിയിലായിരിക്കും അവൻ എന്നെ സമീപിക്കുന്നത്. ബുദ്ധിമാരാണെങ്കിൽ അറിവ് കൊണ്ട് സമീപിക്കാൻ നോക്കും, മറ്റുള്ളവരാണെങ്കിൽ കായിക അധ്വാനം കൊണ്ട് അത് തന്നെ പല രീതിയിൽ ചെയ്യും. അങ്ങനെയാണ് ഞാൻ അവനെ അങ്ങനെയാണ്. പക്ഷെ അറിവ് നേടുന്നവൻ സകല പാപങ്ങളെയും സർവ്വരാഗദ്വേഷ ഭയങ്ങളെയും ക്രോധങ്ങളെയും എല്ലാം ഉപേക്ഷിക്കുന്നവൻ, അവൻ എൻ്റെ ഭാവത്തിൽ തന്നെ എന്നിൽ തന്നെ വന്ന് ലയിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉപേക്ഷിച്ചവൻ, ഇതൊന്നുമില്ലാത്തവനാണ് ഞാൻ അങ്ങനെയുള്ളവനാണ്. അപ്പൊ അതുകൊണ്ട് എന്നിൽ അവർ എങ്ങനെയായാലും വന്നു ചേരും. നമ്മൾ കർമ്മത്തെക്കുറിച്ച് പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അർജുനൻ ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടിയും കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കൊണ്ട് ആ മറുപടി തീരുകയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചാതുർവർണ്ണ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട്. സാധാരണ ആൾക്കാരെല്ലാം ചെയ്യുന്ന ഈ ദേവന്മാരെയൊക്കെ പൂജിക്കുന്ന എന്തിനാണ്? ആ കർമ്മങ്ങളുടെ സിദ്ധിക്ക് വേണ്ടിയാണ്. ദൈവമേ, ഈ വീട് നല്ല രീതിയിൽ പണിയാൻ എനിക്ക് പറ്റട്ടെ എന്നും പറഞ്ഞിട്ടായിരിക്കും നമ്മളൊരു പൂജയൊക്കെ ചെയ്ത് ആ ദേവന്മാരെ പൂജിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മസിദ്ധിക്ക് വേണ്ടിയാണ്. ശരിയായ സിദ്ധി വേണം. കർമ്മസിദ്ധി എന്ന് പറയുന്നത് ഈ ലോകത്ത് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരെണ്ണമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതേ വളരെ പെട്ടെന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്തിനോട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്? നൈഷ്കർമ്മ്യ സിദ്ധി കിട്ടുന്നതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജാ. കർമ്മത്തിൽ നിന്നുള്ള സിദ്ധികൾ എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടുന്നതാണ്, കർമ്മത്തിൽ നിന്നല്ലാതെ. അതായത് അവൻ തന്നെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ബുദ്ധി കിട്ടുക എന്ന് സിദ്ധി കിട്ടുക എന്ന് പറയുന്നത് നൈഷ്കർമ്മ്യ സിദ്ധിയാണ്. ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യ പടിയാണ്. അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് പെട്ടെന്ന് കിട്ടും. ഇത് കിട്ടണമെന്ന് കരുതിയാണ് ആളുകൾ ദേവന്മാരെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കർമ്മം ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ ഗുണങ്ങളാൽ പ്രേരിതരായിട്ടാണ് ആ കർമ്മം ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഗുണങ്ങളാൽ പ്രേരിതമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ് പറയുന്നത്? ഗുണകർമ്മങ്ങൾ എന്നാണ് പറയുന്നത്. അത് നമ്മൾ 3-ാം അധ്യായത്തിൽ പഠിച്ചു. പ്രകൃതിയർ ഗുണസമ്മൂഢാ സജ്ജന്റെ ഗുണകർമ്മസു. അപ്പൊ ഈ ഗുണങ്ങളാൽ ഗുണങ്ങൾക്ക് അടിപ്പെട്ട് ഗുണങ്ങളാൽ സമ്മൂഢരായി ചെയ്യുന്നതാണ് ഗുണകർമ്മങ്ങൾ. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളെ വിഭാഗം ചെയ്തിട്ടാണ്
ഞാൻ ചതുർവർണ്ണങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ചതുർവർണ്ണങ്ങളെ ഞാൻ അങ്ങനെ ഭാഗിച്ച് വെച്ചിട്ടുള്ളത്. 4 വർണ്ണങ്ങളായിട്ട് ജനങ്ങളെ ഭാഗിച്ച് വെച്ചിട്ടുള്ളത് ഈ അവരുടെ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുക. ഗുണകർമ്മങ്ങൾ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശക. ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും നേരിട്ട് അതിനകത്ത് അർത്ഥം എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഗുണകർമ്മ വിഭാഗയോഹോ എന്ന് പറയണമായിരുന്നു. അത് നമ്മുടെ 2:28 അങ്ങനെ അതേ പ്രയോഗം നമുക്ക് കാണാം. ഗുണകർമ്മ വിഭാഗയോഹോ എന്നുള്ളത്. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണേഷു വർത്തന്ത ഇതി മത്വ ന സജ്ജതേ. അങ്ങനെ ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി തത്വജ്ഞാനികൾ അങ്ങനെയുള്ള കർമ്മങ്ങളിൽ അവർ തീർച്ചയായിട്ടും ഒരു സജ്ജരാകുന്നില്ല. ആ കർമ്മം ചെയ്യാൻ അവർ സജ്ജരാകുന്നില്ല, സന്നദ്ധരാകുന്നില്ല. പക്ഷേ പ്രകൃതേർ ഗുണസമ്മൂഢ, അടുത്ത ശ്ലോകം 3:29, പ്രകൃതേർ ഗുണസമ്മൂഢ, പ്രകൃതി ഗുണങ്ങളാൽ അതായത് ത്രിഗുണങ്ങളാൽ സമ്മൂഢന്മാരാക്കപ്പെട്ടവർ ഗുണകർമ്മ സജ്ജന്തേ ഗുണകർമ്മസു. അങ്ങനെ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അങ്ങനെ ചെയ്യപ്പെടുന്ന ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണ്യം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാ നിങ്ങൾക്കൊരു ഗുണ അനുപാതമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ത്രിഗുണങ്ങളാൽ നിറഞ്ഞതാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതി എല്ലാവരുടെയും ഭൗതിക അംശം എന്ന് പറയുന്നത് ഈ ത്രിഗുണങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ ആ ത്രിഗുണങ്ങളാൽ നിർമ്മിതം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഗുണങ്ങൾ 3 ഗുണങ്ങളും എല്ലാവരിലും ഉണ്ട്. പക്ഷെ പരസ്പര അനുപാതം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ പരസ്പര അനുപാതം എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ചായിരിക്കും അവർ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ആ അനുപാതത്തിലുള്ള ഗുണങ്ങൾക്ക് കീഴ്പ്പെട്ട് ഗുണങ്ങൾക്ക് വിധേയരായി ചെയ്യുന്ന കർമ്മങ്ങളാണ് ഗുണകർമ്മങ്ങൾ. അപ്പം എന്താണ് ഇതിവിടെ സംഭവം? ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ച് വിഭാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിഭാഗം ചെയ്യണമെങ്കിൽ എന്തെല്ലാം വേണം? ഇപ്പോൾ പ്രകൃതിയുള്ള ജന്മനാ ഉള്ള ഗുണാനുപാതം എന്താണെന്ന് നമ്മൾ അറിയണം. അതിനുശേഷം ആ ഗുണാനുപാതത്തിനനുസരിച്ചാണോ ഇയാൾ കർമ്മം ചെയ്യുന്നതെന്ന് നമുക്കറിയണം. കാരണം എന്ന് പറഞ്ഞാൽ കർമ്മം ഇയാളുടെ ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ്, കൃത്യയുടെ അധികാരത്തിൽ വരുന്നതാണ്. കർമ്മണ്യേവ അധികാരസ്ഥേ. അപ്പം അയാൾക്ക് അതുകൊണ്ട് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കർമ്മം ചെയ്യണോ വേണ്ടയോ എന്ന് അയാൾ തീരുമാനിക്കും. എങ്ങനെ ചെയ്യണം എന്നുള്ള അയാൾ തീരുമാനിക്കും. ഇത് ഗുണങ്ങൾ പ്രവർത്തിക്കുന്നതാണ്, ഞാൻ ഈ ഗുണങ്ങൾക്ക് കീഴപ്പെടാൻ പോകുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾ ആ ഗുണപ്രേരണയാൽ കർമ്മം ചെയ്യില്ല. അങ്ങനെയുള്ളവർ ഗുണാതീതർ എന്നാണ് പറയുന്നത്. അവരാണ് തത്വജ്ഞാനികൾ. തത്വവിത്ത് മഹാബാഹു എന്ന് ആ 3:28 ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ളവരെയാണ്. അപ്പം 2 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. എന്നാൽ ഗുണകർമ്മങ്ങൾക്ക് വിധേയരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഗുണകർമ്മങ്ങൾക്ക് ചെയ്യാത്തവരായിട്ടുള്ള ഗുണങ്ങൾക്ക് വിധേയരാകാതെ കർമ്മം ചെയ്യുന്നവരുണ്ട്. അവർ തത്വജ്ഞാനികളാണ്. സാധാരണ ആൾക്കാരുടെ കാര്യമാണ്. അവർ വർണ്ണ അതീതരാണ്. അവർക്ക് വർണ്ണം ബാധകമല്ല. ഈശ്വരൻ അവർണ്ണനാണ്. കാരണം എന്ന് പറഞ്ഞാൽ വർണ്ണം അദ്ദേഹത്തിന് ബാധകമല്ല. അത് നമ്മൾ മുണ്ടകോപനിഷത്ത് പഠിച്ചപ്പം കണ്ടതാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് പറയുന്നത് അവർണ്ണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ ഗുണകർമ്മ ഗുണകർമ്മങ്ങളെ വിഭാഗിച്ചാണ് ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഗുണങ്ങൾക്ക് വിധേയമായിട്ട് കർമ്മം ചെയ്യുന്നവർക്കാണ് അത് ബാധകം. അത് ഒരാളുടെ വർണ്ണം നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഡാറ്റ എന്ന് പറയുന്നത് അയാളുടെ ജന്മനായുള്ള അനുപാതം എന്താണ് എന്ന് നാം അറിയണം. അത് നമുക്ക് അറിയാൻ നിവൃത്തിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയാ കിട്ടുന്നതാണ്. അത് എന്താണ് അതിൻ്റെ അനുപാതം നമുക്കറിയാൻ നിവൃത്തിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിനനുസരിച്ച് ആ ഗുണങ്ങൾക്ക് അനുസരിച്ച് വേണം അയാൾ കർമ്മം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളുടെ വർണ്ണം ഇത് രണ്ടും പറഞ്ഞാലേ നമുക്ക് അയാളുടെ വർണ്ണം നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. അത് സാധാരണഗതിയിൽ നമുക്കിത് രണ്ടും അറിയാൻ പറ്റത്തില്ല. നമുക്കൊരാളുടെ വർണ്ണം സ്വന്തമായിട്ട് തീരുമാനിക്കുന്നതും ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? കാരണം ഒരാൾ ഓരോ 4 വർണ്ണങ്ങൾക്കും സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന കർമ്മങ്ങൾ 4 വർണ്ണങ്ങളിലും പെട്ടവർക്ക് ഓരോ വർണ്ണത്തിനും
സ്വാഭാവികം ഓരോ വർണ്ണത്തിൽപ്പെട്ടവർക്കും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന അവനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഭഗവത്ഗീതയിൽ തന്നെ പിന്നീട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇപ്പം ശമോദമ തപശൗചം ക്ഷാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം എന്നാണ് ഈ ഇതിനകത്ത് പറയുന്നത്, ഈ ഭഗവത്ഗീതയിൽ പറയുന്നത് 18:42. അപ്പം അത് നമുക്ക് അത് നോക്കിക്കൊണ്ട്, അതായത് ഇയാൾ ഒരു ശമവും ദമവും ശാന്തിയും ഒക്കെ ഉള്ളവനാണ്, അതുപോലെ തന്നെ അയാൾ ജ്ഞാനവും വിജ്ഞാനവും ഉള്ളതാണ്. അവൻ അതിൽ ആ കർമ്മങ്ങളിൽ അവൻ ഏറ്റവും പ്രഗത്ഭമായിട്ട് അവൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ബ്രാഹ്മണനാണ്. അതിനുള്ള ഗുണം അവന് ജന്മനാ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ ഒരാൾ യുദ്ധം ചെയ്യാനായിട്ട് എല്ലാ ആയുധങ്ങളും, പക്ഷെ അവന് ആ ഏറ്റവും മികച്ച രീതിയിലല്ല, അവന് ഇത് അമ്പും വില്ലും പിടിക്കാൻ പോലും അറിഞ്ഞുകൂടാ. പക്ഷെ അവന് ഒരു ക്ഷത്രിയന്റെ മകനാണെന്നും പറഞ്ഞ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്, യൂസ്ലെസ് ആണ്. അങ്ങനെയുള്ളവന് അവൻ ക്ഷത്രിയനല്ല എന്ന് നമുക്ക് അല്ല ഒരു സാധാരണ മനുഷ്യന് അനുഭവത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. അതുപോലെ ഒരു ബ്രാഹ്മണന്റെ മകൻ വരികയാണ്, അവന് അക്ഷരം പോലും കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലാണ്. അപ്പം അങ്ങനെ അവൻ ബ്രാഹ്മണനല്ല. ആ രീതിയിലും നമ്മൾ അതിനെ കാണണം. ഇതാണ് ഈ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഗുണകർമ്മ വിഭാഗശക. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടുന്നതല്ല ഈ വർണ്ണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. വർണ്ണനിശ്ചയത്തിന് 2 ഘടകങ്ങൾ ആവശ്യമുണ്ടെന്നും ആ ഘടകങ്ങൾ നമ്മളുടെ ജ്ഞാനത്തിന് അതീതമാണെന്നും നമ്മുടെ അറിവിന് അതീതമായിട്ടുള്ളതാണെന്നും നമ്മൾ മനസ്സിലാക്കും. പിന്നെ ആകെ കൂടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓരോ വർണ്ണത്തിന് നിശ്ചയിക്കപ്പെട്ടുള്ള കർമ്മങ്ങൾ ഏതെങ്കിലും വ്യക്തി വളരെ പ്രഗത്ഭമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അത് ആ വർണ്ണത്തിൽപ്പെട്ടതാണെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനി ബാക്കിയുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.